ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാനൊരു ഡ്രാമ കളിച്ചുണ്ടാക്കിയ ക്രെഡിറ്റ് അങ്ങനെ അവള് തട്ടിയെടുക്കണ്ട. മുത്തശ്ശി, മോളെ, നീ ഇത്രയ്ക്ക് നല്ലവളാണെന്ന് ഞാൻ കരുതിയില്ല. സാവിത്രി അല്ലേ? അതെ. എന്റെ മോളാ. അറിയാം. ഇതെന്താ സിദ്ധൻ അവിടെ എവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞിട്ട് പോയ അമ്മേ? എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് വന്നു പറഞ്ഞല്ലോ. സിദ്ധരായാലും മനുഷ്യരായാലും തെറ്റു പറ്റുമെന്ന് ജഗദീഷ് പറഞ്ഞതാ ശരി. ആ തെറ്റ് മനസ്സിൽ വെച്ചല്ലേ ഞാൻ 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 ഇത്രയും ദിവസം മീനാക്ഷിയോട് സംസാരിച്ചതും പെരുമാറിയതും. സിദ്ധിന് പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തി. അതുപോലെ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തണം. അതും എത്രയും വേഗം തന്നെ. ആന്റി പറഞ്ഞത് മോള് കേട്ടോ? അച്ഛന്റെ അസുഖമൊക്കെ മാറി. അച്ഛൻ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അച്ഛനെ കാണാം. ഓ, എന്റെ അമ്മ എന്തിയേ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെവിടെ പോയിരിക്കായിരുന്നു? നന്ദിനി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. അമ്മേ, കാർത്തിയേട്ടന്റെ അസുഖം മാറിയെന്ന്. ഞാനിവിടുന്ന് എവിടേക്കാ പോയതെന്ന് അറിയോ ദേവമ്മയ്ക്ക്? അമ്പലത്തിലേക്ക്. കാർത്തിയേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എന്റെ നിയന്ത്രണമല്ല വിട്ടുപോയി ദേവമ്മേ. ഞാൻ കാർത്തിയേട്ടന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. ദേവിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നെഞ്ചു പൊട്ടിയ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത്. പക്ഷെ എപ്പോഴോ ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോയി. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു എന്ന് പറഞ്ഞ അതിനർത്ഥം ഒരു നിമിഷം ഞാൻ ദേവി അവിശ്വസിച്ചു എന്നല്ലേ? ആ ഒരു വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ അമ്മയോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു. അമ്പലത്തിൽ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ദേവി പോലൊരു മോള്. അവള് പറഞ്ഞിട്ട് ഞാനൊരു സ്വാമിയോട് സംസാരിച്ചു. സ്വാമിയാ പറഞ്ഞത് എന്റെ പ്രാർത്ഥന ദേവി കേട്ടെന്നും ധൈര്യമായിട്ട് പോയിക്കോളാനും. അപ്പോഴാ ശരിക്കും എനിക്ക് ജീവൻ വീണത്. ആ പെൺകുട്ടിയോട് ഒരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആളെ കാണണ്ടേ? ഞാൻ അവിടെയൊക്കെ നോക്കി. ആ കുട്ടി എങ്ങോട്ട് പോയിന്ന് എനിക്കറിയില്ലമ്മേ.
എന്റെ കാർത്തേട്ടന് അസുഖമൊക്കെ ഭേദമായല്ലോ. എനിക്കത് മതി. അമ്മേ, അമ്മേ, ഞാൻ പറയുന്നതല്ലോ അമ്മ കേൾക്കുന്നുണ്ടോ? മോളെ ഞാൻ കേട്ടു. ഞാൻ കുറെ നേരം സംസാരിക്കുന്നു, അമ്മ ഒന്നും മിണ്ടുന്നില്ല. ആ മോളെ ഞാൻ അമ്മ വാ, കാർത്തേട്ടൻ ഉണർന്നു നോക്കാം. വാ. ഞാനൊരു ഡ്രാമ കളിച്ചുണ്ടാക്കിയ ക്രെഡിറ്റ് അങ്ങനെ അവള് തട്ടിയെടുക്കണ്ട. മുത്തശ്ശി, ആ മോളെ, നീ ഇത്രയ്ക്ക് നല്ലവളാണെന്ന് ഞാൻ കരുതിയില്ല. കുറച്ചു കാലം കഷ്ടകാലമായിരുന്നു മുത്തശ്ശി. അത് മാറിയത് കൊണ്ടാ മുത്തശ്ശിക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതായത്. നിന്റെ നക്ഷത്രഫലവും ജാതകവിധിയൊക്കെ ഞാൻ വൈകിയ മോളെ മനസ്സിലാക്കിയത്. എന്റെ കൊച്ചുമകന് ചേർന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ പണ്ടൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏതായാലും മുത്തശ്ശി അതൊക്കെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ ഭാഗ്യവതിയാ. അയ്യോ, നീ ഭാഗ്യവതി അല്ല മോളെ, നീ പുണ്യവതിയാ, പുണ്യവതി. പലപ്പോഴും ഞാൻ നിന്നെ ശകാരിച്ചിട്ടുണ്ട്, 1000 വട്ടം ശപിച്ചിട്ടുമുണ്ട്. അയ്യോ, അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു മുത്തശ്ശി. എന്റെ മുത്തശ്ശിയല്ലേ, അതൊക്കെ പോട്ടെ. ഞാൻ വരുമ്പോ എന്റെ കാർത്തി മരണക്കിടക്കയിലായിരുന്നു. എന്റെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. എന്നെ കണ്ട ആ നിമിഷം കാർത്തിയുടെ അസുഖം മാറി. എന്നോടാ കാർത്തി ആദ്യം സംസാരിച്ചത്. എന്റെ കൊച്ചുമകന്റെ ജീവൻ രക്ഷിച്ചത് നീയാ.